ഹായ് അങ്ങനെ നമ്മൾ തായ്ലൻഡിലെ നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു വലിയൊരു ഗാർഡനിലാണ് പോയത്. നല്ല ഭംഗിയുള്ള നമുക്ക് കാണാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും പറ്റിയൊരു സ്ഥലമായിരുന്നു. ഒരു വലിയൊരു നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. അതുമാത്രം ചെടികളും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റും, പരിചയപ്പെടാനായിട്ട് പറ്റും. നമ്മൾ ഗ്യാങ്ങായിട്ടാണെങ്കിൽ പോകുന്നത്, സിംഗിളായിട്ടാണ് എങ്ങനെ പോവുകയാണെങ്കിലും നമുക്കിഷ്ടപ്പെടുന്നൊരു സ്ഥലമാണിത്. നമുക്ക് മടുക്കത്തില്ല. കുറേ നടക്കാനായിട്ടുണ്ട്, പക്ഷെ നമുക്കിത് കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കാണാനായിട്ടുള്ളതുകൊണ്ട് നമുക്കത്ര മടുപ്പ് വരത്തില്ല. പിന്നെ ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, നല്ല വെയിലൊക്കെ ഉള്ള ടൈമാണെങ്കിലേ. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയിരുന്ന് സിംഗിളായിട്ടും കപ്പിളായിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ പലയിടത്തും മാറി മാറി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മതിയാകത്തില്ല, അതിന് മാത്രം സ്ഥലങ്ങളാണ് നമുക്കുള്ളത് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ കുറേ നടക്കാനായിട്ടും ഉണ്ട്. കുറേ നമ്മൾ നടന്ന് പോകുമ്പോഴാണ് നമുക്ക് ഈ ഫോട്ടോസ് എടുക്കുന്നതാണെങ്കിലും ഒക്കെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ നടന്നങ്ങ് പോകണം. ഗൈഡ് നമ്മുടെ കൂടെ തന്നെ കാണും, നമുക്ക് പറഞ്ഞൊക്കെ തരും ഓരോന്നും. അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷെ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണേ. നമ്മുടെ ഇത് ഫുള്ളും നമ്മുടെ കയ്യിലും ഹെഡിലൊക്കെ വന്നിരുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. കുറേ നടക്കാനായിട്ട് ഇഷ്ടമുള്ള എന്നാൽ കുഴപ്പമില്ല എന്നുള്ളവർക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലമാണ്. മുകളിലാണെങ്കിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. യൂട്യൂബേഴ്സിനൊക്കെ നല്ലപോലെ വീഡിയോസ് കിട്ടുന്നൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അവിടെയാണെങ്കിലും കുറേ ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. നമ്മൾ നേരിട്ട് പോകുമ്പോഴത്തേന് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയി. അതാണെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് ഓരോന്നും അവരുടെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ കണ്ട് നല്ല രസമായിരുന്നു അവിടെ. നൈറ്റും കൂടെ ആകുമ്പോഴത്തേന് ആ ലൈറ്റൊക്കെ വരുമ്പോഴത്തേന് നല്ലൊരു ഭംഗിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. 1 hour ഉണ്ടായിരുന്നേ, പക്ഷെ നമുക്ക് ഇതിന് ഇറങ്ങാനേ തോന്നത്തില്ല.